Hi students, today we can move to the new topic, that is when ice melts. Let's do an experiment by using ice cubes. For doing this experiment, you should make an experimental setup like this. There should be a lamp, a tripod stand, beaker and ice cubes, and make such an experimental setup for doing an experiment. Now we can do our experiment by using ice cubes. Okay, for this experiment you should take some ice cubes in a beaker and place that beaker in a tripod stand and heat it by using a burner or a lamp. Okay, ഒരു ബീക്കറിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് അതൊരു സ്റ്റാൻഡിൽ, ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ബർണർ യൂസ് ചെയ്തിട്ട് അത് ചൂടാക്കാം. ഓക്കെ, and when we start to heat the ice cubes, we can see that some changes are taking place in the ice cubes. ice cube-ൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. And what will be the changes? എന്തായിരിക്കും ആ മാറ്റങ്ങൾ? Can you guess? Yes, നമുക്ക് കാണാൻ പറ്റും ഐസ് ക്യൂബ് സ്റ്റാർട്ട്സ് ടു മെൽറ്റ് അല്ലേ? ഐസ് ക്യൂബ് മെൽറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി വാട്ട് വിൽ ബി ഫോംഡ്? വാട്ടർ വിൽ ബി ഫോംഡ്. വെള്ളം ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. So here we can see that ice cubes are transformed to water when it receives what energy? ഏത് എനർജിയാണ് ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ് റിസീവ് ചെയ്യുന്ന എനർജി ഏതാണ്? Definitely it will be the heat energy അല്ലേ? ഹീറ്റ് എനർജിയാണ് ഐസ് ക്യൂബ്സ് റിസീവ് ചെയ്യുന്ന എനർജി. ആൻഡ് വൈൽ റിസീവിങ് ദാറ്റ് എനർജി ഐസ് ക്യൂബ്സ് are transformed to water. So there is the change that occurred to its state അല്ലേ? അതിൻ്റെ സ്റ്റേറ്റിൽ, ആ മാറ്ററിൻ്റെ സ്റ്റേറ്റിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് ക്യൂബ് വാട്ടറായിട്ട് മാറുന്നത് കാണുന്നില്ലേ? അപ്പോൾ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് സബ്സ്റ്റൻസ് അണ്ടർഗോസ് ചേഞ്ചസ് വെൻ ഇറ്റ് റിസീവ്സ് എനർജി അല്ലേ? എന്ത് മാറ്റമാണ് വന്നത്? ചേഞ്ച് ഓഫ് മാറ്റർ അല്ലേ? സബ്സ്റ്റൻസിൻ്റെ മാറ്ററിൻ്റെ സ്റ്റേറ്റ് തന്നെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് ക്യൂബ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളമായിട്ട് മാറി വെൻ ഇറ്റ് റിസീവ്സ് എനർജി. ഹിയർ ഇൻ ദിസ് കേസ് ദ എനർജി ഈസ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജിയാണ് ഇവിടെ റിസീവ് ചെയ്യുന്ന എനർജി. ക്ലിയർ? വെൻ ഐസ് മെൽറ്റഡ് വി ഗോട്ട് വാട്ടർ. So what happens when we heat that water again? നമുക്ക് കിട്ടിയിട്ടുള്ള ആ വെള്ളം വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക? Can you guess? എന്താണ് ഫോം ചെയ്യുക? So while the water is heated, we can see that steam is produced അല്ലേ? വെള്ളം വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ പിന്നീട് സ്റ്റീമാണ് ഫോം ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഹിയർ ഓൾസോ ദ മാറ്ററിൻ്റെ സ്റ്റേറ്റ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ലിക്വിഡ് ഫോമിലുള്ള വെള്ളം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വേപ്പറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ വെൻ വാട്ടർ റിസീവ്സ് ഹീറ്റ് എനർജി, വാട്ടർ ഈസ് ട്രാൻസ്ഫോംഡ് ടു ഹീറ്റ് ഓർ വാട്ടർ വേപ്പർ. ദാറ്റ് ഈസ് the water that is in the liquid state is transformed to gaseous state, that is water vapor or steam. So we can say that substance undergo changes when it receives energy. Clear? We have seen that when we heated the ice cube melted and water is formed, and when this water is further heated it turns to steam or water vapor. And the next question is, can we convert back this steam to water? നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞ സ്റ്റീം, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീമിനെ നമുക്ക് വീണ്ടും വാട്ടർ ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? ഫോർ ദാറ്റ് വി ഷുഡ് മേക്ക് സം ചേഞ്ചസ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ പറ്റുക അതിന് വേണ്ടിയിട്ട്? Can you guess? You should place a watch glass over that beaker അല്ലേ? നമ്മൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ കണ്ട ബീക്കറിൻ്റെ മുകളിൽ നമ്മളൊരു ഐസ്
ഒരു വാച്ച് ഗ്ലാസ് പ്ലേസ് ചെയ്യാം, വാച്ച് ഗ്ലാസ്. എന്നിട്ട് ആ വാച്ച് ഗ്ലാസ്സിൽ പ്ലേസ് സം ഐസ് ക്യൂബ്സ് ഓവർ ദാറ്റ് വാച്ച് ഗ്ലാസ്. ആ വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സും പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടുള്ള സ്റ്റീം മുകളിൽ ബീക്കറിൽ നിന്ന് ഇങ്ങനെ ആവി മുകളിലോട്ട് വന്ന് when it touches the watch glass and the ice cube, that steam converted back to water. ആ സ്റ്റീം വീണ്ടും വാട്ടർ ആയിട്ട് മാറും. ഇനി നമുക്ക് വീണ്ടും ആ വെള്ളത്തിന് നമുക്ക് വീണ്ടും ഐസ് ക്യൂബ് ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? വി ക്യാൻ റിമൂവ് ദാറ്റ് ബർണർ അല്ലേ. നമുക്ക് ബർണറിനെ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് റിമൂവ് ചെയ്തിട്ട് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് വാട്ടർ ഇൻ ടു ഐസ് ക്യൂബ് അല്ലേ. നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്നതൊക്കെ അറിയില്ലേ, റെഫ്രിജറേറ്റ് ചെയ്തല്ലേ വാട്ടർ നമ്മൾ കൂൾ ചെയ്താൽ, റെഫ്രിജറേറ്റ് ചെയ്താൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ കണ്ടു, when the ice cubes are heated, what is formed? Water is formed. So solid state is converted to liquid state, and when that water is again heated, it converted to steam or water vapor. So the liquid state is converted to gaseous state, and when the steam is again cooled, we seen that it turns to water, and when the water again cooled, or when we released or when we removed the heat energy, what is formed? Finally ice cubes are formed. അപ്പം നമ്മൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്താണ്, ഒരുപാട് പിന്നെ സ്റ്റേറ്റിലെ ആ മാറ്ററിൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ when we remove that heat energy, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഹീറ്റ് എനർജി നമ്മൾ റിമൂവ് ചെയ്തപ്പോഴും ആ ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റ് മാറുന്നതായിട്ട് കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, we can say that the state of matter changes according to energy that we provide അല്ലേ. നമ്മൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്തപ്പോഴും സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടായി, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. Look at this flow chart that is given in your textbook. Please watch it. So based on this experiment, നമ്മൾ ഈ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് നിങ്ങൾ ഫിൽ ചെയ്യണം. പേജ് നമ്പർ 24 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24 ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഫിൽ ചെയ്യണം. ഓക്കെ, അതിൽ കാണിക്കുന്നുണ്ട് ഐസ് ക്യൂബ്. ഐസ് ക്യൂബിന് നമ്മൾ അബ്സോർബ് ഹീറ്റ്, വെൻ ദ ഐസ് ക്യൂബ് അബ്സോർബ് ഹീറ്റ്, നമ്മൾ ഐസ് ക്യൂബിന് നമ്മൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്തപ്പം അവിടെ എന്താ ഫോം ചെയ്യുക? അവിടെ ഫിൽ ചെയ്യേണ്ടത് ഐസ് ക്യൂബ് ടേൺസ് ടു വാട്ടർ. പിന്നെ വാട്ടറിനെ വീണ്ടും നമ്മൾ അബ്സോർബ്സ് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി വീണ്ടും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഫോം ചെയ്യുക? സ്റ്റീം. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ യുവർ ഫ്ലോ ചാർട്ട്. പിന്നെന്താണ്, ആ സ്റ്റീമിൽ നിന്നും നമ്മൾ വീണ്ടും എനർജി റിലീസ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് വെൻ വി റിമൂവ് ദാറ്റ് ഹീറ്റ് എനർജി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു വാട്ടർ. ആ വാട്ടറിനെ വീണ്ടും നമ്മൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ഐസ് ക്യൂബ്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഐസ്, വാട്ടർ ആൻഡ് സ്റ്റീം ആർ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ അല്ലേ. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണ് ഐസ് ക്യൂബ്സ്, ദെൻ വാട്ടർ ആൻഡ് സ്റ്റീം അല്ലേ. സ്റ്റീം, വാട്ടർ, ഐസ് ക്യൂബ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റീമിനെ വീണ്ടും നമ്മൾ വാട്ടർ ആക്കി തിരിച്ച് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്തൊക്കെയാണോ അതുപോലെ ഹീറ്റ് എനർജി റിലീസ് ചെയ്തതാണോ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ് അല്ലേ, നമ്മൾ റിമൂവ് ചെയ്തപ്പോഴാണ് സ്റ്റീം ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു വാട്ടർ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരുന്നത് ഏത് സ്റ്റേറ്റിലായിരുന്നു? ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ ഏറ്റവും കുറവ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലായിരുന്നു? സോളിഡ് സ്റ്റേറ്റിലായിരുന്നു. അതായത് സോളിഡ് സ്റ്റേറ്റ് ഐസ് ക്യൂബിൽ നമ്മൾ ഹീറ്റ് എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം മിനിമം എമൗണ്ട് ഓഫ് എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളത് ചൂടാക്കിയപ്പോൾ വാട്ടറായി പിന്നീടും ചൂടാക്കി. അപ്പം മാക്സിമം എമൗണ്ട് ഓഫ് എനർജി കൊടുത്തിട്ടുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റിൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ഈസ് സീൻ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആൻഡ് മിനിമം എമൗണ്ട് ഓഫ് എനർജി ഈസ് സീൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഫിൽ ചെയ്യണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഷുഡ് ഫിൽ ദാറ്റ്. ക്ലിയർ?
Now we know how to change one substance into another. അല്ലേ? ഇപ്പം നമുക്ക് വെള്ളം എങ്ങനെ ഐസാക്കാന്നൊക്കെ അറിയാമല്ലോ അല്ലേ? തണുപ്പിച്ചാൽ പോരെ. അതുപോലെ നമുക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഐസ് ഡോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഐസ് കട്ടുകൊണ്ട് നമുക്കൊരു ഡോളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവങ്ങളില്ലേ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അതുപോലെ വാക്സൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോൾഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ലേ, ഐസ്ക്രീം ബോട്ടിൽസൊക്കെ റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ അതുപോലെയുള്ള മോൾഡുകൾ യൂസ് ചെയ്തിട്ട് അതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രീസ് അല്ലേ, അതൊന്ന് ഫ്രീസ് ചെയ്താൽ മതി, തണുപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ വെച്ചിട്ടുള്ളത് ആ ഷേപ്പിൽ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ആ ഷേപ്പിലുള്ള സബ്സ്റ്റൻസ് കിട്ടും. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഐസ് ക്യൂബ് കിട്ടും. വേറെ ഏതെങ്കിലും മോൾഡിൻ്റെ ഷേപ്പിലാണെങ്കിൽ നമുക്ക് ആ ഷേപ്പിലുള്ള, അതുപോലെ നമുക്ക് ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് ഡോൾസിനെ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള സബ്സ്റ്റൻസ് എന്താണോ അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ. Please look at this table that is given in your textbook and you can see different situations. Okay, now you please look at a table that is given in your textbook, page number 25. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 25ാമത്തെ പേജിൽ ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. അതിൽ ഒരുപാട് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റിൽ അല്ലേ, ഓരോ സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതേപോലെ ഷേപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഹീറ്റിംഗ് എ സോളിഡ് ഗീ അറിയില്ലേ അല്ലേ, നമ്മുടെ നെയ്യ്. നമ്മൾ കുക്കിംഗ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. സോ വെൻ വി ഹീറ്റ് സം സോളിഡ് സ്റ്റേറ്റിലുള്ള ഗീ നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് സ്റ്റാർട്ട്സ് ടു മെൽറ്റ് അല്ലേ. ഐസ് ക്യൂബ് നമ്മൾ ചൂടാക്കിയപ്പോൾ മെൽറ്റ് ചെയ്യുന്നത് പോലെ സോളിഡ് ഗീ നമ്മളൊരു പാനിലൊക്കെ ഇട്ട് ചൂടാക്കിയാൽ വി ക്യാൻ സീ ദാറ്റ് ഗീ സ്റ്റാർട്ട്സ് ടു മെൽറ്റ് അല്ലേ, അത് ഉരുകാൻ തുടങ്ങും അല്ലേ, എന്നിട്ട് അതൊരു ലിക്വിഡ് ഫോമിലുള്ളതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കാണാൻ പറ്റും. സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് കട്ടിംഗ് വെജിറ്റബിൾസ്. ഇപ്പം നമ്മൾ കുക്കിംഗ് പേർപ്പസിനൊക്കെ വേണ്ടി വെജിറ്റബിൾസ്, വലിയൊരു വെജിറ്റബിൾ, ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഇട്ട് കട്ട് ചെയ്താൽ ദാറ്റ് വിൽ ടേൺസ് ടു സ്മോളർ പീസസ് അല്ലേ. ഒരു ബിഗ് പീസ് വിൽ ബി കട്ടഡ് ടു സ്മോളർ പീസസ്. അപ്പോൾ ഒരു വലിയ സൈസിലുള്ളത് നമുക്കിനെ ചെറിയ സൈസാക്കി മാറ്റാൻ പറ്റും. ആദ്യത്തെ എക്സാമ്പിളിൽ ഒരു ഫോം ഓഫ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിന് അടുത്ത വേറൊരു സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പറ്റും. അതേപോലെ സൈസും കുറക്കാൻ പറ്റും അല്ലേ. വെജിറ്റബിൾസ് കട്ട് ചെയ്താൽ അതിൻ്റെ സൈസ് കുറയൂലേ. അതുപോലെ തേർഡ് വൺ ആണ് ഹീറ്റിംഗ് എ PVC പൈപ്പ് അല്ലേ. നമുക്ക് പ്ലംബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ PVC പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂടാക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ അത്ര അവെയർ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അല്ലാണ്ട് നമ്മൾ ഈ PVC പൈപ്പ് ഹീറ്റ് ചെയ്താൽ നമുക്കത് എക്സ്പാൻഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ ഹീറ്റിംഗ് വാക്സ് നമ്മൾ ചൂടാക്കുമ്പോഴും ഇതേപോലെ മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ലൈക്ക് ഐസ് ക്യൂബ്സ് ആൻഡ് ഗീ. പിന്നെ നമ്മളൊരു പേപ്പർ ടിയർ ചെയ്താലോ, നമ്മളൊരു വലിയ പേപ്പർ എടുത്ത് നമ്മളതിങ്ങനെ മുറിച്ചാൽ അത് കുഞ്ഞു പീസായിട്ട് മാറൂലേ. അപ്പോൾ സൈസ് വലിയ പീസ് ചെറിയ പീസാക്കാൻ പറ്റും. അതേപോലെ ഒരു ബോട്ടിൽ ബ്രേക്ക് ചെയ്താൽ, വലിയൊരു കുപ്പി ഗ്ലാസ്, ഒരു കുപ്പി ബോട്ടിൽ, നമ്മളൊരു പൊട്ടുന്ന കുപ്പി എടുത്തിട്ട് നമ്മളത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസായിട്ട് മാറും അല്ലേ. അപ്പം വലിയ പീസ് ചെറിയ പീസാവും. അതേപോലെ ലാക്ക് നമ്മൾ ചൂടാക്കുമ്പോഴും ഇതേപോലെ മെൽറ്റഡ് ആവും. അതേപോലെ പേപ്പർ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്താലൊക്കെ, ക്രംബിൾ ചെയ്താലൊക്കെ നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും, പല ഷേപ്പിലുള്ള ഫോം ആക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിളിലൊക്കെ ചിലതിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്, ചിലതിൽ ഒരു സൈസ് ചെറിയ ഷേപ്പിലോട്ടും മാറുന്നതായിട്ട് കാണാൻ പറ്റും. So when we analyze these situations that is given in your textbook, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിലൊന്നും പുതിയതായിട്ട് യാതൊരു സബ്സ്റ്റൻസും ഫോം ചെയ്യുന്നില്ല. ഒരു ഫോം ഓഫ് സബ്സ്റ്റൻസിൻ്റെ സൈസും ഷേപ്പും ഒക്കെ മാറുന്നുള്ളൂ, അല്ലാണ്ട് വേറൊരു പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ വാട്ട് ആർ ദ ചേഞ്ചസ് വിച്ച് എമംഗ് ദം ഇൻവോൾവ് എ ചേഞ്ച് ഇൻ ഷേപ്പ് അല്ലേ. ഷേപ്പിൽ മാറ്റം വരുന്നതായിട്ട് കണ്ടില്ലേ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ. ഇപ്പോൾ സിറ്റുവേഷന് പറഞ്ഞപ്പോൾ ചിലതിലൊക്കെ ഷേപ്പ് മാറുന്നതായിട്ട് കാണാൻ പറ്റി.
അതേപോലെ ഒരുപാട് സിറ്റുവേഷനിൽ സൈസിൽ മാറ്റം വരുന്നതായിട്ട് കണ്ടു അല്ലേ. ഇപ്പം നമ്മളൊരു ബോട്ടിലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മോളർ പീസായിട്ട് മാറി, അപ്പോൾ വലിയൊരു പീസ് ചെറിയൊരു പീസായിട്ട് മാറി. സോ ദർ ഒക്കേഴ്സ് എ ചേഞ്ച് ഇൻ സൈസ്. അതേപോലെ ഷേപ്പിൽ മാറ്റം വന്നില്ലേ. ഇപ്പോൾ സോളിഡ് ഗീക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പായിരിക്കും ഉണ്ടാവുക, അത് മെൽറ്റ് ചെയ്തപ്പോൾ വേറെ അല്ലേ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഷേപ്പ്, അപ്പോൾ ഷേപ്പിൽ മാറ്റം വന്നു. അതുപോലെ സൈസിലും വലിയ സൈസ് ചെറിയ സൈസായിട്ട് മാറുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ ചേഞ്ചസിനെല്ലാം കൂടെ നമുക്ക് എന്ത് ചേഞ്ച് എന്നാണ് പറയാൻ പറ്റുക? വി ക്യാൻ സേ ദാറ്റ് ദീസ് ചേഞ്ചസ് ആർ നോൺ ആസ് ഫിസിക്കൽ ചേഞ്ചസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ ചേഞ്ചസിലാണ് ഈ വരുന്ന എക്സാമ്പിൾസ് എല്ലാം പെടുക. ഓക്കെ, സോ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്, അതിലാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമുക്ക് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് അതൊക്കെ വരുന്നത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടില്ലേ നേക്കഡ് ആയതുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനാണല്ലോ ഫിസിക്കലി എന്ന് പറയാം. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ചേഞ്ചസിനെയാണ് വി ക്യാൻ ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. So, any change that occur in the physical properties of a substance like the shape or size is known as physical change. അതിനെയാണ് physical change എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ് എക്സ്പാൻഷൻ അല്ലേ. നമ്മൾ PVC പൈപ്പൊക്കെ ഹീറ്റ് ചെയ്തപ്പം എക്സ്പാൻഡഡ് ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പം എക്സ്പാൻഷൻ, അതേപോലെ മെൽറ്റിംഗ്, നമ്മൾ ഗീ ചൂടാക്കിയപ്പോൾ അതേപോലെ ലാക്ക് ചൂടാക്കിയപ്പോഴൊക്കെ അത് മെൽറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം മെൽറ്റിംഗ് ഉരുകുക എന്നൊക്കെ ഉള്ളത് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ്. അതേപോലെ ബ്രേക്കിംഗ്, നമ്മളൊരു കാര്യം പിന്നെ അല്ലേ പൊട്ടിച്ചപ്പോഴല്ലേ വലിയൊരു കുപ്പി പൊട്ടിച്ചപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസസ് ഉണ്ടായി. അപ്പോൾ അതേപോലെ ബ്രേക്കിംഗ്, ടിയറിങ്, നമ്മളൊരു പേപ്പർ ടിയർ ചെയ്തപ്പോഴൊക്കെ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് ആണ് അവിടെയൊക്കെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഫിസിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. ക്ലിയർ? So we can conclude that substance undergo change of state when they absorb or release energy. അല്ലേ, എനർജി റിലീസ് ആവുമ്പോഴും അതേപോലെ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴും ആ സബ്സ്റ്റൻസിൻ്റെ ചേഞ്ച് അല്ലേ, ആ സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റിൽ പല ചേഞ്ചസും വരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി വി സെഡ് അബൌട്ട് ഫിസിക്കൽ ചേഞ്ച്. എന്തായിരുന്നു ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് ഇസ് ദ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ലൈക്ക് ഇറ്റ് ഷേപ്പ് അല്ലേ. ആ സബ്സ്റ്റൻസിൻ്റെ സൈസ്, ആ സബ്സ്റ്റൻസിൻ്റെ ഷേപ്പ് അതൊക്കെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതിൽ വല്ല മാറ്റങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ചസ്. Clear?